മറ്റേ പാർലിക്കാട്ടിന്ന് കൂറാഞ്ചേരിക്ക് തിരിക്കണ വഴി പോലെ ഇരിക്കണ കുഴപ്പമില്ല. I'm so glad ഉണ്ടാക്കിയ ചിക്കൻ കറി കഴിക്കാൻ പറ്റാ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയത്. How about they come up to me, talk English? Okay, please just show me. Okay. ധൈര്യം നീ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷ് പറയടാ. അന്ത പയർക്കിട്ട് ഇത് ക്ലീൻ ചെയ്യണം, ഇത് ക്ലീൻ ചെയ്യണം, ഇത് ക്ലീൻ ഇതൊന്നും ക്ലീൻ ചെയ്യേണ്ടത് ഇവിടെ വൈകുന്നേരം അടക്കി ഊക്കിയാളാണ്. അമ്മ ചിരിക്കണ പോലെ ചിരിക്കണേ കളിയാക്കിട്ട് സാത്തുവിനെ കണ്ടിരിക്കോണ്ടേ ഈ ഫോട്ടോയില് സാത്തുവിനെ കണ്ടി അല്ല കൂട്ടോ പറ്റി മൂക്കിടിച്ച കുട്ടിരെ അവിടെ റിച്ചപ്പൂന്റെ മൂക്കിടിച്ച ഇടിച്ച. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എണീറ്റ് അപ്പം തന്നെ കിച്ചണിൽ പോന്നു. ഇന്നലെ ആരും ഇന്ന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ രാത്രി കണ്ടില്ലേ, അത് കഴിഞ്ഞ് ആർക്കും സമയം കിട്ടില്ല. സോ 2 പേർക്കും ലഞ്ച് ബർഗറും കേട്ടോ. സോ ആർക്കെങ്കിലും ലഞ്ചിന് എന്തുണ്ടാക്കുമെന്ന് വറിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസി ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ബർഗർ. നത്തിങ് എൽസ് ബർഗർ. ഈസി ടു മേക്ക്. Okay, so 2 patties for Gorda and 1 patty for Pringali. Easy, 3 minutes. വാതിൽ തുറന്ന് നോക്കി വെച്ചാൽ അമ്മേനേക്കാളും മുന്നേ 2 ആൾ എനിക്ക് എറുമ എൻ്റെ അമ്മിക്ക് തന്നുവിട്രേ ഓൾറെഡി. അവിടെ ഒന്ന് എണ്ണ പറ്റിയിട്ട് വരട്ടെ. അച്ചമ്മീൻ തന്നുവിട്രേ നോക്കിറേ, അച്ചമ്മൻ്റെ നിന്ന് മേടിച്ചറേ. ഗുഡ് ഗേൾ അച്ഛമേ. നീ ഇരിക്കില്ല, അമ്മ ലേറ്റ് ഔട്ടോ. 7:35 വയസ്സ് വേമ്പയോ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. സിറി സോറി എന്ന് പറയാൻ വേണ്ടി വന്നത്. സിറി എന്നാ പറഞ്ഞേ. ഏടുമാ ഓക്കെ യസ്മേ എന്താ ചിരി, നല്ല മുടി. അത് വേണ്ട. അയ്യോ ചുമയാണോ എറുമയ്ക്ക്? that's old milk, don't. Okay, mudikattal time. Dada want to help you too, because otherwise we are gonna get too late. 7:45 are you already? Honey sings. നല്ല ലേറ്റ് ആയല്ലോ. നോക്കാം. ഡാടെ വേഗം കെട്ടിയില്ലടാ രാജേഷ് വൈദ്യനെ. ഞാൻ എന്താന്ന് എനിക്കറിയാം. ആ സമയത്ത് 2 ഞാൻ കെട്ടുന്നില്ലേ. 15 കൊമ്പ് കെട്ടാൻ തന്നെ കുറവ്. മറ്റേ കോപ്പാണ്. ഇതേ കോപ്പ് ഇവിടെ ഇരിക്കേ. ഷൂ സമയമില്ല. അങ്ങോട്ട് നോക്ക്. എസ്മേ ബേബി വേർ ആർ യു? കട ഹിറയാം. ആടിൻ്റെ ചെവി പോലെ കെട്ട് കുറച്ച് സൈഡിലേക്ക് ഇറങ്ങി പോയല്ലോ കൊള്ളേ. ഈ സ്ഥലം ഇതൊക്കെ കുഴപ്പമുണ്ടോ? ഇതൊക്കെ എസ്മ കുഴപ്പമുണ്ടോ? എസ്മ ദാറ്റ്സ് ഗുഡ്. നോ കുഴപ്പം. ഇതൊക്കെ ആരാ ഇപ്പോൾ കല്യാണത്തിനാ പോണേ ഇവിടെ? ഓയ് അവിടെ ഇരിക്കില്ലരി. കമ്മോ അവിടെ ഇപ്പോൾ ഫിനിഷാക്കാൻ നിന്നിട്ട് അവിടെ പോട്ടെ. സമയമുള്ള ദിവസം നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കളിക്കാൻ നിൽക്കാം കേട്ടാ. സമയമില്ല വെച്ചെങ്കിൽ ഗുഡ് ഗേൾ ആട്ടാ എസ്മോട്ടേ. ഒരു കെട്ട് ഇപ്പത്തേക്ക് നീ ബാക്കിലേക്ക് വയ്ക്കട്ടെ. വെറൈറ്റി ആയിട്ട് കുറച്ച് ബാക്കിലേക്ക്. എനിക്ക് ചീപ്പില്ലാത്ത കാരണമല്ലേ ഞാൻ സൂപ്പറാക്കാനായിരുന്നു. അതാ ഈ കുട്ടീനെ കൊണ്ട് അവിടെ ഇരിക്കണ ചീപ്പ് പറ ഏറാ. ഇതുണ്ടെങ്കിൽ ഇതാ വെറുതെ അല്ല. ഈ കുട്ടി എന്തിങ്ങനെ ചാടണേന്ന് വേണ്ട. നീ ഇത് ഓൾറെഡി പിടി കിട്ടി സാധനം കിട്ടി അല്ലേ എസ്മേ?
ദേവികോ രണ്ട് കളറായിരുന്നു മാത്രം. ഈ കുട്ടീനെ കൊണ്ട് ഞാനേ തന്നെ എവിടെ ഞാൻ ഒന്നും വിളിച്ചില്ലേ. എന്തിട്ട് വിളിച്ചേ? എവിടെയും മീൻ വിളിച്ചു ശരിയായിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞ 2 എനിക്ക് കിട്ടണം. ഇതൊക്കെ എന്താ കുഴപ്പമുണ്ടോ? ആ നീ കേട്ട് നീ തയ്ക്ക് രസമായിട്ടില്ല. എന്ത് 2 തിരിഞ്ഞിരിക്കണേ. ഇത് മറ്റേ പാർലിക്കാട്ടിൽ നിന്ന് കൂറാഞ്ചേരിക്ക് തിരിക്കണ വഴി പോലെ ഇരിക്കണേ. കുഴപ്പം കഴിഞ്ഞാ മുടിയായിട്ട് കഴിഞ്ഞാ? നന്നായിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ബുള്ളറ്റിന്റെ പിന്നിൽ പുക പോണ പോലെയാണല്ലോ കൂട്ടരെ മുടി നീ ഇപ്പൊ കെട്ടി വെച്ചിട്ടുള്ളത്. യശ്മേ ലെറ്റ്സ് ഗോ. പല്ലറിന്റെ മുകളിലേക്ക് ഉണ്ട്. നീ രാക്ഷസിയാണോ? ഒറ്റപ്പല്ല എവിടെ കാണാനില്ലോ. നോട്ടെ എനിക്ക് വേണം നോളന്റെ മറ്റേ പടത്തിൽ അഭിനയിച്ച ഒറ്റക്കണ്ണന്റെ പോലെ ഒറ്റപ്പല്ലി രാക്ഷസി എങ്കമ്മളിൽ താമസിച്ചാൽ ശശി എൻ പറഞ്ഞതിൽ 2 പണ്ടാൽ രാക്ഷസി. നല്ല മെസ്സാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും. എങ്ങടെ ഓടിയപ്പ അതിൻ്റെ ഇടയിലേക്ക് ഇപ്പൊ എന്താ കാട്ടി? ഇവിടെ എന്തിട്ട് ഇപ്പൊ കാട്ടിച്ചു നിങ്ങള്? ഈ സകല മനപാത്രങ്ങളും രാവിലെ നിരത്തി. സിറ്റ് ഡൗൺ ചെയ്യണോട്ടാ ഏരമ്മ, സിറ്റ് ഡൗൺ ചെയ്യണോട്ടാ പ്ലീസ്. അത് ഇട്ടുതരാം. നീ ഇപ്പോൾ തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അവിടെ തീർക്കട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് ഇട്ടുതരാം. മാമൂ ടൈം വേറെ ചൂടിനോട്. ചൂടില്ല. കഴിച്ചോ. ഗുഡ് ഗേൾ ഐറ, ഗുഡ് ഗേൾ ഐറ. സിറ്റ് ഡൗൺ പ്ലീസ് ഐറ. താങ്ക് യു ഐറ. സിറ്റ് ഡൗൺ പ്ലീസ്. സിറ്റ് ഡൗൺ പ്ലീസ് ഐറ. സിറ്റ് ഡൗൺ. ഗുഡ് ഗേൾ ഐറമ്മ. യു സച്ച് എ ലവ്ലി ഗേൾ ഐറമ്മ. ഞാൻ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വെരി എസ്മേറ്റ് അവിടെ തരാം. ഗുഡ് ഗേൾ എസ്മേ പ്ലീസ് സിറ്റ് ഡൗൺ ഐറ. ഞാൻ അവളത് തിന്നില്ല. ഫസി വന്നു. ഫസി. Okay, Esme, you eat it. She's fussy, so that's okay. She can be fussy all day. So she miss it. She misses food. She missed the food. Era, no food for you, Era. Sorry, Era. മാമ ഒന്നുമില്ല. മാമ എന്ന് പറഞ്ഞാൽ നീ മാമ തന്നിട്ടൊന്നുമില്ല. ഇറച്ചി മീനൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഇറച്ചി മാത്രം. ഈ കുട്ടി ചെയ്ത പണി നോക്കിയേ. വീണായിരിക്കേ. ഞാൻ നിന്നോട് അതിലവിടെ ഇരിക്കാൻ പറഞ്ഞേ. ഇപ്പോൾ തന്നെ ഭാഗ്യത്തിന് ആ മുട്ടയുടെ ഉള്ളിൽ കുത്തിയിട്ട് അച്ചപ്പുണ്ടാക്കിയ പോലെ അതിനായിരുന്നു. എന്നാ എസ്മേ താങ്ക് യു ഫോർ ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല ഇറാ. ദർ ഈസ് നോ ഇവിടെ അങ്ങനെ റെസ്റ്റോറൻ്റ് ഒന്നും നടത്തണില്ല കേട്ടാ. നിനക്ക് ആവശ്യമുള്ള ഫുഡ് തരാനായിട്ട് കേട്ടാ. നീ കിട്ടുന്ന ഫുഡ് കഴിച്ചോ കേട്ടാ. എറമ്മ നീ സ്കൂളിലേക്ക് ഹംഗ്രി പോട്ടാ. ഇസ് ഇറ്റ് ഓൾറൈറ്റ്? നിങ്ങൾ ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിടമ്മനെ. അവിടെ അവളത് അങ്ങോട്ട് പോകണം. ചിലപ്പോൾ എറിമന്നെ ഓഫ് ചെയ്യുന്ന തോന്നുന്നുണ്ട്. ചെന്ന് നോക്കുന്നുണ്ട്. ചേച്ചി ഓഫ് ചെയ്യും. ഇന്ന് നല്ല കോട മഞ്ഞിന്നോ ഹോ താഴ്വരയില്ലോ ഹോ രാക്കിലിങ്കി കുക്കുങ്കോ പൊക്കുങ്ക കിക്കുങ്ക. കണ്ട നല്ല മഞ്ഞ്. യെസ് മേ യു കമ്മിങ്. വെരി മിസ്റ്റി, വെരി ഹേസി. നല്ല രസം. പണ്ട് നന്ദി ഹിൽസിലേക്ക് നമ്മൾ ബാംഗ്ലൂരുള്ള സമയത്ത് ടൂർ പോവായിരുന്നു. അപ്പോൾ ആ നന്ദി ഹിൽസിൻ്റെ മല കയറുന്ന സമയത്ത് ഇങ്ങനെ ഈ മഞ്ഞ് നല്ല സൂപ്പറായിട്ട് കാണാം. നല്ല രസമുള്ളൊരു ഫീലായിരുന്നു. എന്നിട്ട് ആ മലയുടെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ മഞ്ഞ് താഴ്ന്നു പോകുള്ളൂ. അതുവരെ ഒന്നും കാണില്ല. അന്ത ഓർമ്മ വരുത് ഇപ്പോൾ. ഓക്ലാൻഡ് സിറ്റിയുടെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൈ ടവർ മുകളിലേക്ക് ഇങ്ങനെ മഞ്ഞിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് എന്തിട്ടാ പറയണേ? ഇന്ന് ബാംഗ്ലൂരാണ്. നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഓർമ്മ പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ പറയാം. ഫുൾ ഓഫ് ഫോഗ് ഫോർ ദ ഡേ. ഈ ക്യാമറയുടെ ഇടയിലുള്ള ഈ വടി കഷ്ണം കാണാണ്ടിരിക്കാൻ ആ നായനെ അവിടെ നിന്ന് മാറ്റായിരുന്നു. ഇതെന്തോ നോക്കി മഞ്ഞ്, ഹീപ്സ് ഓഫ് മഞ്ഞ്. Look at that. What? ആരും മുഖം ആരും കാണണ്ട കേട്ടോ. എല്ലാരും ഗ്രംബി ഫേസ് ആണ്. But now beautiful morning. That's all right. Not every day same. Pringu, Golda. You know, it's not every day same. Sometimes be on time and stuff like that. Sometimes എല്ലാ ദിവസവും ഇത് തന്നെയാണ്. You know, that's all right.
ബ്യൂട്ടിഫുൾ മോർണിംഗ്. It's all right in the morning. ഞാൻ അത് കഴിഞ്ഞല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ, എല്ലാവരും റെഡി, എല്ലാവരും എത്തിയില്ലേ, ഇനിയിപ്പോ ഇറ്റ്സ് ഓവർ, ഇറ്റ്സ് ഡൺ ഡൺ ഇൻട്രസ്റ്റ്. സമയത്തിന് എത്തി. നീ അപ്പൊ ഞാൻ പറയട്ടെ, നീ ഒരു 6:30 ആകുമ്പോ എനിറ്റാ മതി. അപ്പൊ ഒരു അരമണിക്കൂറിന്റെ സ്പേസ് കിട്ടും. ഗോൾഡ, സ്റ്റേ സേഫ്, ഡോണ്ട് ഗെറ്റ് ആംഗ്രി, ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ജസ്റ്റ് ചിൽ. വാട്ട്സ് ദേ ഫോർ ദ മോർണിംഗ്? ഇന്നല്ല കാര്യപ്പരിപാടികളെ. ഏറമ്മ ബൈ അമ്മ. നോ കിസ് ടു ഗോൾഡ അല്ല പ്രിങ്ങ അമ്മ. അമ്മ 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 അമ്മ. Good morning, madam. How are you feeling now? You okay? Yeah, it's all right. Not every day the same day. That's okay. You okay now? Little bit of a hustle in the morning. Amma was angry not to meet to her. I got angry on her. But that's the way it's supposed to be, eh? Huh? Yes or no? I get this tak adiyanam when I was going to school. Parents get angry because parents got to do something else. Those days we thought like, they all angry, they do this, they got to do something else, they're working, they're moving. So it's always that's the case. So sometimes kids can't keep up with it. But at the same time, the same problem is, if we help you so much, you expect that all the time. Like today, Dada made burger. So you don't need to cook your lunch. You missed it last night. Because you were busy, I know, because you went for this thing. So you got that. So that's a privilege. In the morning, then what else? I cooked the egg for you. So that's been done. So what the things what you supposed to do in the morning, you missed it, everything. So you missed the curtains, you missed it. That's the problem. So every day, the routine or the discipline or the chores, whatever you do, you have to do. You snap one day, you forget it. Not you, every kids do that. Do you know the Spain team? Spain, yeah. Spain, the soccer team. Mm-hmm. You know that Yamal and most of the players in the Spain team, Yeah. how old are they? Do you know that? No. They are all under 21 years old. 21 years old, they're playing International Soccer World Cup. So you tell me, when did they start training to play international level sports with the 30-year-old or very experienced guys, and they won the match? How they do that? By doing every single day. What? By doing every single day. By practicing, being disciplined, the food, everything. They start at the age of 3 years old. You know what I mean? That's the discipline they keep up with. That's the brain they work with. That's the way they work with. So that's what I'm saying. It's being like that, being into the top. And we are nowhere near what they do. I mean, we don't need to do it in that way, but it is possible. That's a lesson for the day. So it's not always games and play your stuff. Sometimes you need to be specifically doing something like a chore, so because that's the world we are living at the moment. Yeah. So parents tell you things, it may be sometimes angry, sometimes it's not, you want to listen, but that's the way it is. Yes ma'am? Oh good, thank you. Okay. Where is this school? Peekaboo can't see anything. നല്ല രസം സ്കൂളിന്റെ അവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയേ. അവരിന്ന് ക്രോസ് കൺട്രിക്ക് പോണ്ടോ? നീ ക്രോസ് കൺട്രിയിലില്ലേ? How come you missed it? Because they had to pick 5 people. Huh? They had to pick 5 people. Oh, they have to pick the best 5 out of it. Yeah. Oh yeah. Lunch time back home. Just നമ്മൾ ജിമ്മിൽ പോയി ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രെഡ് ക്രംസ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു,
മെസ്സിയുടെ ഫേവറേറ്റ് ഫുഡാണ് ചിക്കൻ അലാ മിലനേസ്. ഇത് നിങ്ങൾ ഉണ്ടാക്കുമോ, ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ഉണ്ടാക്കിയ വീഡിയോ എനിക്ക് അയച്ചു തന്നു. കുറേ പേര് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ അത് കുറേ ഞാൻ കണ്ടിട്ട് ശരിക്കും അങ്ങനെയല്ല ഇത് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് യെസ് ഇറ്റ് ഈസ്. കണ്ട വീഡിയോസ് എല്ലാം തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. സോ വി ഡു ദാറ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഇന്നലെ മേടിച്ച മീനില്ലേ അത് വെച്ചിട്ട് നമ്മുടെ ഈസി ഫിഷ് കറി, ദാറ്റ്സ് ഫോർ ലഞ്ച്. നമ്മുടെ വറ്റ തന്നെയാണ് കേട്ടോ, എൻ്റെ സ്ഥിരം മീനാണ് വറ്റ. ഓക്കെ, സോ ഇതാകുമ്പോൾ പിള്ളേർക്ക് ഇന്നൊരു വെറൈറ്റി ആവും. ചിക്കന് പകരം വറ്റ ഇരിക്കട്ടെ. അവർ ചില സമയത്ത് ഇപ്പോൾ പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പിങ്ങുണ്ടെങ്കിൽ പിങ്ങുനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. പിങ്ങുനെ നിങ്ങൾ കുക്ക് ചെയ്യിപ്പിച്ച് ഒരു പരുവാക്കിയെന്നാണ് കേട്ടോ ആൾക്കാർ പറയണേ, വിച്ച് ഈസ് എ ഗുഡ് തിങ് അല്ലേ. ദേ വിൽ ലേൺ ക്വിക്ക്ലി. നമ്മളൊക്കെ പഠിക്കുന്നതിനേക്കാളും 10 ഇരട്ടി സ്പീഡിലാണ് അവർ പഠിക്കുക, അറിയോ? അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ മുതുകുരങ്ങനെ ചാട്ടം പഠിപ്പിച്ച പോലെയാണ്. നമുക്കൊന്നും ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല. ഒന്നാമത് തണ്ട് അതിന് മേലെയാണ്. എന്തെങ്കിലും പഠിപ്പിക്കാൻ നോക്കിയാൽ ഇപ്പോൾ ഞാൻ തന്നെ ഞങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കുന്നു നമുക്ക് പഠിക്കില്ല. ഇപ്പം ആരാ മുത്തച്ചാര് എന്നെ പഠിപ്പിക്കാന്നല്ല നമ്മൾ ആലോചിക്കുക. കുട്ടികൾ അങ്ങനെ ആലോചിക്കില്ല അധികം. കുട്ടികൾ ജസ്റ്റ് ലിസൺ ആൻഡ് ദേ ഫോളോ. ദാറ്റ്സ് ദ വേ ദേ കം ഇൻ ടു ദ വേൾഡ്. സോ ബെറ്റർ ടു ടീച്ച് ദം നൗ. വെളിച്ചെണ്ണ ഞാൻ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല വെളിച്ചെണ്ണ കിട്ടി ഇവിടെ. ഓക്കെ, ഒരുപാട് ബ്രൗൺ ചെയ്യുന്നില്ലേ ഞാൻ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. തീ ഫുള്ളായിട്ട് കുറയ്ക്കുക, അത് കുറച്ച് ഓഫ് ചെയ്യുക. നല്ല ചൂടായി, അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടി, മീൻ മസാല കരിയും. ഓക്കെ, മാത്രമല്ല നല്ല കട്ടിയുള്ള പാന. ഓക്കെ, മുരിഞ്ഞു ഫ്രൈ ആൻഡ് ഫിഷ് ബ്യൂട്ടിഫുള്ളിയോ. കുറച്ച് വെള്ളം. എത്ര നേരം വേണം? ഈസി അല്ലേ മീൻ കറി ഉണ്ടാക്കാൻ? ഈസി ഫിഷ് കറി. സം സോൾട്ട് in it. Then later some പുളി. കവർ ആൻഡ് കുക്ക്. ഇതേ ഇപ്പോൾ ഒരു 3 മിനിറ്റായി. മീൻ ഓൾമോസ്റ്റ് അല്ല, മീൻ ശരിക്കും വെന്തു. ജസ്റ്റ് ഒന്ന് അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടു. ഓക്കെ, മീൻ ടൈം ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് എൻ്റെ ലഞ്ച് ഉണ്ടാക്കണം. ഫിഷ് കറി നമുക്ക് വൈകുന്നേരം കഴിക്കാം. ഒന്ന് ഇരുന്നാലല്ലേ രസമുള്ളൂ. കുറച്ച് ഓയിൽ, 2 മുട്ട, ഫ്രൈഡ് റൈസ്. ഈസി ന്യൂട്രീഷ്യസ് പ്രോട്ടീനിയഷ്യസ് ഫുഡ് കേട്ടോ. ഫ്രൈഡ് റൈസ് ഓൾവേസ് ഗുഡ് ചോയ്സ്. ഈസി. വീണ്ടും വീട്ടിലേക്ക് ഓടി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഫ്രൈഡ് റൈസ്. ഓക്കെ, നിങ്ങൾ തന്നെ ഞാൻ കുക്ക് ചെയ്ത് പഠിപ്പിച്ചിട്ട് ഞാൻ വിട്ടു. ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കണേ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം? നോ, യു നീഡ് ടു സീ അഗെയിൻ ആൻഡ് അഗെയിൻ. ദെൻ ഓൺലി യു വിൽ put it in the head always. Okay, now leftover rice, ഒരു ഹാൻഡ്ഫുൾ റൈസ് അത്രേ ഉള്ളൂ കേട്ടോ. ഡു നോട്ട് ഈറ്റ് ടു മച്ച് റൈസ്, നോട്ട് ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ റൈസിൻ്റെ അളവ് അവസാനം പ്ലേറ്റിൽ കൂടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. എത്ര തിന്നണ്ടെന്ന് വിചാരിച്ചാലും നമുക്ക് അത് കൂടുതൽ വരും. ബട്ടർ. ഫ്രൈഡ് റൈസിന് ഞാൻ ബട്ടർ ആഡ് ചെയ്യും. നല്ല നൈസാണ്. ഓക്കെ, എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കുക, ഇങ്ങനെ വെക്കുക. ഡു നോട്ട് ടു മച്ച് ഇളക്കി ഫ്രൈ ഇൻ ദ ബിഗിനിങ്. ലെറ്റ് ഇറ്റ് അല്ലേ ഒന്ന് കാരമലാവട്ടെ. മീൻ ടൈം നമ്മുടെ മീൻ കറി ഈസ് റെഡ്യൂസ്ഡ് നൗ. ലുക്ക്, കുറച്ച് ക്രീം ആൻഡ് ലൈം ജ്യൂസ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ മീൻ കറി റെഡി. കുറച്ച് മിളക് കൂടിയെന്ന് തോന്നുന്നുണ്ട്. പിള്ളേർക്ക് കഴുകിയിട്ട് കൊടുക്കാം. ഓക്കെ, നൗ ഓൺ ഫുൾ ഫയർ. കുറച്ച് കുടപ്പുളിച്ചാറുണ്ട് ഇവിടെ, അതന്നെ ചേർക്കാം നമുക്ക്. ഇതാവുള്ളൂ. How easy is that?
Easy fried rice, some oyster, and some light soy. റെഡി. ഇന്നത്തെ കുറച്ച് ചിക്കൻ കറി കൂടി ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് ചൂടാക്കണം. മീൻ കറി റെഡിയായി, ഞാൻ ഓഫ് ചെയ്തു. പുളി നോക്കട്ടെ. അതിന് കുറച്ചും കൂടെ പുളി വേണം. നല്ല എരിവുണ്ട് കേട്ടോ കറി. തൈ കൂടെ തിളപ്പിക്കാം. സം മോർ സോൾട്ട്. Now it's ready. They're gonna love it. 2 മുട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോട്ടീൻ ആയിട്ടില്ല. സോ ഇന്നലത്തെ ബാക്കിയുള്ള ചിക്കൻ കറി. There we go. സ്പ്രിങ് ഉണ്ടാക്കിയ കറിയാ. Going long way. That's enough protein and some carbs. Lovely. Let's taste my മാമു. തണുത്തു കേട്ടോ. ഐ മീൻ ഞാൻ കുറച്ച് നേരം അവിടെ ബാക്കിൽ ഡിഷസ് ചെയ്യായിരുന്നു, അപ്പോൾ ഒന്നും ചൂടാറിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. പ്രിങ്ങൂല് ചിക്കൻ കറി. ഐ എം സോ ഗ്ലാഡ് പ്രിങ്ങു ഉണ്ടാക്കിയ ചിക്കൻ കറി കഴിക്കാൻ പറ്റുക. അത്ര ചെറുപ്പത്തിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ടേ ഷീ കുക്ക് ബെറ്റർ. പിന്നെ പ്രിങ്ങു ഒരു ഷെഫാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. 100% ഇല്ലേ ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ആരോ കമൻറ്റ് ഇട്ടിരുന്നു പ്രിങ്ങു ഒരു ഷെഫാവണം. ഒരിക്കലും ഒരു ഷെഫ് ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇനി അവൾക്ക് ഷെഫ് ആവണം വെച്ചെങ്കിൽ അവളായിക്കോട്ടെ. ഓക്കെ, പിക് പ്രിങ്ങു. ഗുഡ് ആഫ്റ്റർനൂൺ. Yeah. നമ്മൾ രാവിലെ എന്താ പറഞ്ഞ? ഗുഡ് ആഫ്റ്റർനൂൺ ബാംഗ്ലൂരാ. I don't know. How was your day? Good. Good. No stories for the day? Let me think. Nothing. Yeah. What is it? Okay. Shoot. So, Yes. we had some Chromebooks. So Yeah. we basically, there's like lots of writings we have to do. Hmm? And so basically it would be like, Sam had like 20, it's not multiplication or anything. It's Yeah. like, മലയാളത്തിൽ പറയോ? അപ്പോൾ കുറച്ചുകൂടി നിനക്ക് മലയാളത്തിൽ പറയാറിയോ? let me ഇല്ല. see. ആ പറഞ്ഞോ. I don't know how. നീ പറഞ്ഞോ, നിന്നെ കൊണ്ട് ആവണ പോലെ പറഞ്ഞോ. എന്നിട്ട് കുറെ like ഒരു one passage like അപ്പോൾ ഒരു ഇത്ര ആയിരിക്കണം. Like you have to write this much. 2 the passage. എന്നിട്ട് ഇത്ര ആയിരിക്കണം. വരയ്ക്കണം. Like write. എഴുതണം. ആ അപ്പൊ നീ പറ റൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞോ. Third one write like ഇത്ര ഒരു കുറച്ചുള്ളൂ like build. ഇങ്ങനെ പാസേജ് എഴുതണം. Yeah. And we had to do 3 of those. And my friend, she went to cross country. Yeah. She came back. She just came back. She's already on passage 3, and I'm still on 2. She was even faster than me. Oh. She writes faster. അവളപ്പോ ഓടാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും She like wrote like 3, and I was still on 2. അപ്പൊ അവൾക്ക് കൂടുതൽ സ്പീഡിൽ നിന്നേക്കാളും കൂടുതലായിട്ട് തിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റിയെന്ന്. Yeah. അല്ലേ? Is that what you say? Yeah, but there were also like words on top to copy those ones. എന്നിട്ട് എഴുതി കഴിഞ്ഞാ നീ? Yeah, almost. Oh, yeah. Oh, I forgot to bring the book to finish it. Yeah. It's fine. That's good. Tomorrow. ഞാനപ്പോൾ എന്ത് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഡേർട്ടി ഡിഷസ് എല്ലാം ചെയ്തിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഡിഷ് വാഷിംഗ് മെഷീൻ നീ ക്ലീൻ ചെയ്യണം. Yeah, I'm cleaning on dishwashing machine. ഡിഷ് വാഷിംഗ്. Should I clean the dishwasher? Oh, you can do that too. No, I'm Interesting. good. അതാണ് നിന്റെ ഇന്നത്തെ ആഫ്റ്റർനൂൺ ജോബ് കേട്ടാ. അപ്പോൾ ഒരു പാർട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നീ കിച്ചൺ ക്ലീൻ ചെയ്യണം. ഓക്കെ, ഹാവ് യുവർ കപ്പ് ഓഫ് ടീ, ടേക്ക് യുവർ ടൈം, ഡു ഇറ്റ്, കോൾ മീ. ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ എന്നെ 4:30 വിളിക്കണം. ഓക്കെ, ഇന്നലത്തെ പോലെ 5 മണി വരെ വെയിറ്റ് ചെയ്തിരിക്കും. അമ്മേലക്കുരി പൊട്ടും. നീ അമ്മേലക്കുരി പൊട്ടിക്കണ? ആ ഓക്കെ. എന്നൊന്നും പറയില്ല. ഞാൻ പറയും നീ എന്നെ വിളിച്ചില്ലാന്ന്. ഓക്കെ, എന്റെ കുഴപ്പമില്ലാതെ എണീക്കാതെ. ആ
ഞാൻ അലാറം അടിച്ചിട്ട് അടിച്ചില്ലെന്നല്ലേ, അലാറം തെറ്റി വെച്ചു ഞാൻ വൈകുന്നേരത്തിൽ വെച്ചു Alara. രാവിലേക്ക്. അലാം അലാറാം എന്നാ ഞങ്ങൾ പറയാ. ഞങ്ങളുടെ ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് പേടാ. Daddy kiwi alla. അടക്കിയല്ല. I'll do a video about that tomorrow. Somebody told me that I talk wrong English. So you're teaching wrong English to you now. Actually, you are teaching me English, right? Yes. But we do a little bit of video about that. Aara parangathu? Someone. Someone. Adigan mona. They might be bad at their self at English, right? Huh? Aren't they bad their self at English? How about they come up to me, talk English? Okay, please just show me. Okay. ധൈര്യം നീ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷ് പറയടാ. അന്തം വയർ കിട്ടും. കാരണം നമ്മള് ഗുണ്ടാള് 3 വളർത്തണേ, 3 തന്നെ അന്തം വയർ കിട്ടും അല്ലേ. ഹിറ്റ്ലർ മാധവൻ കുട്ടി നമ്മള്. ചേട്ടാ ഡാഡ ഈ ഡിഷസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴുകിയതാ, ഡാഡ കഴുകി. Okay, so these are washed. അപ്പൊ ഇത് നീ ഡ്രൈ ചെയ്യണം, ഇതും ഡ്രൈ ചെയ്യണം, നീ ഇതും ഡ്രൈ ചെയ്തിട്ട് ഡാഡ ഇപ്പോൾ കാപ്പി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഇവിടെ എല്ലാം നീ ക്ലീൻ ചെയ്യണം. That's your job. Meantime, you can watch your subscribe, whatever. Subscribe. YouTube. നിന്റെ ഫോൺ യൂട്യൂബ് ഒന്നുമില്ല നിന്റെ അതിൽ എന്നിട്ട് നീ എന്താ അല്ലെങ്കിൽ എന്നിട്ട് വാച്ച് ചെയ്യണേ? Netflix. ആ നെറ്റ്ഫ്ലിക്സ് ആ എന്നാ നീ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നീ ഇവിടെ നിന്റെ ലാപ്ടോപ്പ് വെച്ചിട്ട് വാച്ച് ചെയ്തോ. അപ്പം നിന്റെ യൂട്യൂബ് കിഡ്സ് വാച്ച് ചെയ്തോ. I don't watch YouTube Kids. ഓക്കെ വാട്ട് എവർ ദെൻ യു വാണ്ട് ടു. പക്ഷേ ഞാൻ എനിക്ക് വരുമ്പോഴേക്കും ഇതെല്ലാം ക്ലീൻ ചെയ്യണം. ഓക്കെ This whole place. ഈ ഹോൾ പ്ലേസ് യാ. Huh? ആ How do I clean this whole place in like seconds? ഇവിടെ കിച്ചൺ. Yeah, I know I can't. യാ അത് ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് നീ ടൈഡി അപ്പ് ചെയ്തിട്ട് ആ പാലിങ്ങുപ്പി എല്ലാം ഇവിടെ വെച്ചാൽ മതി. ഇത് ക്ലീൻ ചെയ്യണം, ഇത് ക്ലീൻ ചെയ്യണം, ഇത് ക്ലീൻ ഇതൊന്നും ക്ലീൻ ചെയ്യേണ്ടത് ഇവിടെ വൈകുന്നേരം അടക്കി കുക്ക് ചെയ്യാനുള്ളതാണ്. അത് നീ ക്ലീൻ ചെയ്യണ്ട, അത് ഞാൻ കുക്ക് ചെയ്യാനാണ്. പൊട്ടൻ അമ്മ ചിരിക്കണ പോലെ ചിരിക്കണേ കളിയാക്കിട്ട് ചവിട്ടിയാണല്ലോ. വെൽക്കം മാഡം. എന്നാ ട്രെയിനിലാണ്ട് നിങ്ങൾ എയറിലാണോ വന്നത്? ട്രെയിൻ കാണാമല്ലോ. നീ പ്രിങ്ങുവിന്റെ അടുത്ത് ഹായ് എന്നൊക്കെ പറയോ? എനിക്ക് മെസ്സേജ് മലയാളത്തില് മലയാളത്തില് മെസ്സേജ് അയച്ചേക്കാം. മൈക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ഗോൾഡ് വന്നു ചോദിച്ചിട്ട് ഓണാവില്ല. ബൈക്കിന്റെ പേര് നവീന്നല്ല, മൈക്ക് വേറെ കമ്പനിയുടെ. അതിനോടൊക്കെ നല്ലോണം പരിപാടി. ഞാൻ നിന്നെ കാണുമ്പോഴേക്കും ഓണാവുകയോ ഓഫ് ആവുകയൊക്കെ ചെയ്യും. എല്ലാരും പച്ചയാണല്ലോ. രാരിരം രാരിരം രാരിരാരിരം. How is your day? My day was very busy. Very busy. That's good. That's good. Not many people doing nothing at home. Very empty, spaceless, and feel nothing. Busy ആയത് കാരണം മണിയൊന്നും കിട്ടില്ല. Yeah, that's the problem in industrial life, honey. You punny, but no money. But still people call you honey. We call you honey, honey, honey until 16. Then you will get a new person call you honey. That you will get it for like a 1 year or something. Yeah. Then you break up. break up! You watch it? No, I'm not talking about breakup. They never break up, boys. They just hang in here until they smother. Until they? Like, see, I still call your mom money. Money, money. In English, it's so honey, honey. In Malayalam, we call ende muthu maniye, maniye. Angane. Yeah. Okay. ഇവിടെ പോയാ? രണ്ട് കുഞ്ഞുമണികൾ ഇല്ല. ഞാൻ ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം പോയില്ല. ഇന്ന് ഞങ്ങൾ കരയണമൊന്നുമില്ല കേട്ടാ. താങ്ക് യു. ഇന്ന് ഞങ്ങള് വേറെ ഏതോ ഒരു കുട്ടിയോട് കരയുണ്ടിട്ടാ. അല്ലേ അല്ലേ യശ്മേ? ഓ യശ്മയുടെ ഫ്രണ്ട് ഉണ്ട് അവിടെ. ഡോറിന്റെ എന്തോ സാധനം പറഞ്ഞു പോയോ? സാത്തുവിനെ കണ്ടിരിക്കോണ്ടേ. എവിടെ സാത്തു? ഈ ഫോട്ടോയില് സാത്തുവിനെ കണ്ട ചൂണ്ടിക്കാട്ടി. ഡോർ ബ്രോക്കൺ ആണോ? എന്നാലും കറക്റ്റ് സാത്തുവിനെ കൊണ്ട് വെച്ചില്ല. ആണോ? someone was angry. നീ അവളെ പോയിന്റ് ചെയ്ത് കാണിച്ചായിരുന്നാ? അത് ഞാൻ കണ്ടേ. അപ്പോഴാണ് അവള് പോയി നോക്കിയത്. അതറിയില്ല. അവള് കറക്റ്റ് സാത്തുവിന്റെ പേര് കൊണ്ടുപോയി പേരിൽ വെച്ചു. ഇതുണ്ടോ? ഓക്കെ ലുക്ക് അറ്റ് ദിസ്. നിക്ക് ഇങ്ങനെ തരല്ലേ? തിരിച്ചതാ. എന്താണാവോ ഇന്ന് വരെ 2 ഫേവറേറ്റ് ടീച്ചർമാർ അവിടെ ഉണ്ടായിരുന്നു. അല്ലടാ ഏടുമ്മ. ഹലോ. എന്താ ഒരു ജാടാ നോക്കിയേ. പട്ടിപ്പെണ്ണ ഫ്രണ്ട്സ് അല്ലേ അവിടെ? കിഗോ
എല്ലാവരും ഫ്രെയിമിൽ വന്നേ നോട്ടെ 3, 2, 1 കൊടുക്കണം തലക്കിട്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടാ ഗോൾഡ് എന്റെ കുട്ടി ഇവിടെ ഫുള്ള് കിച്ചണും ക്ലീൻ ചെയ്ത്. അതിന് മുന്നേ എനിക്ക് അവള് വീഡിയോ അയച്ചു തന്നു. ലുക്ക് ദിസ് ഇസ് ദ മെസ് ഡാഡ മെയ്ഡ്. ഡാഡയുടെ പോലെ തന്നെയാണല്ലേ എല്ലാ കാര്യങ്ങൾക്കും വീഡിയോ കാണിച്ചു തരും. എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഡാഡ മെസ്സാക്കണേ. ഡാഡ ഡിഷസ് എല്ലാം കഴുകി വെച്ചിട്ട് അവൾക്ക് വേണ്ടി മനഃപൂർവ്വം ലീവ് ചെയ്തിട്ട് പോയതാ ഡാഡ. ഇതെല്ലാം മോൻ അവക്ക് ഒരു ഇത്രയുള്ള ഒരു കേക്ക് കൊടുത്തു. മോൻ അവക്ക് ഇത്രയും കൊടുത്തു. മോൻ ഇത്രയും വലുത്. അതെ ഇതാരാ ഇതൊന്നും അല്ല ഉണ്ടായേ. ഞാൻ പാവല്ലേന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ടിം ടാം അല്ല എന്നിട്ട് ജമ്മിട്ടായി അത് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് കേക്ക് അൺലിമിറ്റഡ് എല്ലാം ഇവിടെ അൺലിമിറ്റഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിനക്ക് അത് കഴിയുമ്പോ നിന്നെ ഇതാക്കാനാ. എന്ത് നീ അൺലിമിറ്റഡ് തിന്നില്ലേ എന്ന് പറയണ്ടാളെ. അതൊക്കെ ഞാൻ പറയും. പക്ഷെ അതിനു വേണ്ടിയല്ല ഞാൻ കൊടുത്തത്. നീ കഴിച്ചോ ഇറ്റ്സ് ഓക്കെ. അപ്പൊ അവൾ അതിന് ഒരു ആവശ്യത്തിന് എടുത്തുള്ളൂ. നല്ല കാര്യം. എത്തുമ്പോഴേക്ക് ഫുഡ് വേണ്ട. മീൻ കറി വെച്ചിട്ട് ചോറ് നടക്കണ്ടേ. കൊടുത്തു. മമ്മടെ ചോറുണ്ടോ? നമ്മുടെ അരി മേടിച്ചില്ലല്ലോ. ഇല്ല മമ്മടെ ഇന്ത്യൻ കടയിൽ പോയപ്പോ കേരള കടയിൽ പോയപ്പോ മേടിക്കത്തില്ലായിരുന്നു. അത് ഞാൻ ഓർത്തിടെ മേടിക്കാൻ നാളെ പറ്റിയും പോയി ഞാൻ. അവർക്ക് മറ്റേ ചോറ് വലിയ ഇഷ്ടമില്ല. പക്ക മലയാളികളാ. ഓ ഞാൻ ഉച്ചയ്ക്ക് മെസ്സിയുടെ ഫേവറേറ്റ് ഫുഡ് അലാ മിലാനൈസ് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലേ. സോ കുറച്ച് ഫ്ലവർ ഇത് ഞാൻ പ്രോപ്പറായിട്ടൊരു വീഡിയോ കുക്കിങ്ങിന് മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടാ കേട്ടാ. കുറേ ആൾക്കാർ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കണ്ടു. ഞാൻ അതിന് പകരം ഉള്ളിപ്പൊടിയാണ് ഉപയോഗിക്കണത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടണ്ട. മൈദയിലാണ് ഇടുന്നത്. കുറച്ച് ഗാർലിക്ക്. ഇനിയിപ്പോൾ ചില ആൾക്കാർ ഡെയിലി വ്ളോഗിൽ ഇത് കാണണമെങ്കിലേ അതങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ. കുറച്ച് പാപ്രിക്ക, then little chicken stock, then some salt. So nicely seasoned flour. ഇതാണ് ആദ്യം വേണ്ടത്. ഞാൻ ഏത് നേരം അടുക്കളയിൽ എൻ്റെ മമ്മിയെ ജീവിതം ഞാൻ അടുക്കളയിൽ ഒഴിഞ്ഞു വെച്ചു. ഞങ്ങളുടെ മോള് നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചാവണം ഞാൻ. ചിക്കൻ ബ്രസ്റ്റ് ആണ് എല്ലാവരും ഉപയോഗിക്കുക. എന്താ കാരണം വെച്ചാൽ ചിക്കൻ ബ്രസ്റ്റ് അടിച്ചു പരത്താനും ഷേപ്പ് ആക്കാനൊക്കെ നല്ല എളുപ്പമുള്ളതും ചീപ്പും ആയിട്ടുള്ളൊരു മീറ്റാണ്. ആൻഡ് യു നോ മൈ ക്ലാസ് ഇസ് ഡിഫറെൻറ്റ്. ഐ ആം വെരി റിച്ച് ഫള്ള. സോ ഐ യൂസ് ചിക്കൻ തൈസ്. സി തൈസ് ഈസ് മോർ ഫാറ്റി, മോർ മീറ്റി, നൈസ് ആൻഡ് ജ്യൂസി. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ തന്നെ ക്രം ചെയ്യുക. നോ യു ഹാവ് ടു സ്മാഷ്. കാരണം ഇങ്ങനെ തിന്നാക്കി കഴിഞ്ഞാലാണ് പെട്ടെന്ന് വേവുള്ളൂ. തിക്കാവും തോറും നമ്മൾ വേവിക്കണ സമയത്ത് ഈ ക്രമ്മ് കരിയും, ഉള്ളു വേവില്ല കേട്ടാ. സോ മേക്ക് ഷുവർ യു ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഇനി നമ്മൾ ഉണ്ടാക്കിയ മറ്റേ നേരത്തെ മിക്സ്ചറില്ലേ അതിൽ ഡസ്റ്റ് ചെയ്യുക. ലുക്ക് അറ്റ് ദിസ്. ഇനി എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർ മുട്ട ശരിക്കും നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിൽ മുക്കുക, ക്രമ്മിൽ മുക്കുക, ഡൺ. ദെൻ ഡീപ് ഫ്രൈ ഇറ്റ്. ചിലർ പാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കട്ട്ലേറ്റ് മുക്കണ പോലെ. ബട്ട് ഡീപ് ഫ്രൈയിങ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് കേട്ടോ. ക്രമ്മിൽ മുക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം കമ്മേ ഇങ്ങനെ ആക്കിയാൽ മതിട്ടാ. ഇത് പാൻകോയാണ്. സോ നല്ല അടിപൊളി ക്രമ്മ, നല്ല ക്രിസ്പി ആയിട്ട് വരും. ഒന്ന് ബേബീസ് മെസ്സിയുടെ ഫുഡ് കഴിക്കട്ടെ അല്ലേ കൊണ്ടേ. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഓയിൽ ഷുഡിൻ ബി ടു ഹോട്ട് കേട്ടാ. ഓക്കെ, ഒരു 150 to 160 ഡിഗ്രി ചൂടേ പാടുള്ളൂ. ഇല്ല വെച്ചെങ്കിൽ ഈ ക്രമ്മ് കരിഞ്ഞു പോവും. ഓക്കെ, ഗോവയെന്ന് വിളിക്കുന്നില്ല കൊണ്ടേ. ഗോൾഡനെ ഗോവാന്ന് വിളിക്കണേ. ഇതേ ഒരു സൈഡ് വെന്ത് തുടങ്ങിയിട്ടാ. സോ ജെന്റ്ലി ഫ്ലിപ്പ് ദം. സി കരിഞ്ഞിട്ടില്ല, എണ്ണ കുറവായ കാരണം ചട്ടി കോണ്ടാക്ട് ആയി കിടക്കുന്ന ഭാഗം ഒന്ന് ബ്രൗൺ ആയിട്ട് വരുന്നതാ കേട്ടോ. സി യു ക്യാൻ സി ദ ക്രിസ്പ്നെസ് ബ്യൂട്ടിഫുള്ളിയോ. ബ്യൂട്ടിഫുൾ. ഒരു മാക്സിമം പോയാൽ 4 മിനിറ്റ് കുക്കിങ്. ഷുഡിൻ ബി ടു ഹോട്ട്. ടു ഹോട്ടാണെന്ന് വെച്ചെങ്കിൽ കരിഞ്ഞു പൂട്ടാം ക്രംസ് മൊത്തം.
ഇതാകുമ്പോൾ കനം കുറഞ്ഞ ചിക്കനായ കാരണം ഉള്ളും സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. Now what we do? മിലാൻ എന്ന് പറഞ്ഞ കൺട്രീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇറ്റലി, മിലാൻ, അല മിലാനേസ്, ഇൻ ദ സ്റ്റൈൽ ഓഫ് മിലാൻ, ഇൻ ദ സ്റ്റൈൽ ഓഫ് കൊച്ചി സ്റ്റൈൽ, മലബാറി എന്നൊക്കെ പറയില്ലേ, അതാണ് മിലാൻ. And some cheese. It's like a pizza. മിലാനേസ് പിസ്സ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇനി നമ്മൾ പിസ്സയൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ഗ്രില്ല് ഓപ്ഷനിൽ ഇതിനെ ഒന്ന് ഗ്രാറ്റിനേറ്റ് ചെയ്യാം. ഡൺ. ഇനി നമുക്കൊരു ടൊമാറ്റോ കൺകസ് ഉണ്ടാക്കണം. അതിന് പകരം ഞാൻ ജസ്റ്റ് ഇവിടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, റെഡി. ഇത് നാളെ ഞാൻ ഉണ്ടാക്കേ. റിയൽ സാധനം ഞാൻ റെസിപ്പിയിൽ ഉണ്ടാക്കാം. വി ജസ്റ്റ് യൂസ് ദിസ് നൗ. Some more basil leaves, butterflio, done. Chicken ready. Look at this. Ah. All day pringa nokira. Your favorite chicken. There we go. Look. Fried chicken. The crispiest Milanese. And look at juicy chicken inside. Beautifully. Can I try a little? No, you can't. Yes, I can. Yeah. Oh. One. Some in the sauce. Two. Beautiful. Dine korchu arugula salad okke vena ta. Rocket leaves ille. But you know, I don't eat that. So you have this. Then you'll have a little bit of a basil. Then one more thing at the end. Little bit of an olive oil. Beautiful. This is actually a la Milanese. And you can add some bocconcini balls or something, but it's ready. Amma, you want to try or you want to give it to the kids now? Or you want to try it out? Tasting time. So good, so beautifully done, nicely. നമ്മുടെ ഈ വീൽ എസ്കലോപ്പൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ ചെറിയ മൂരിക്കുട്ടിയുടെ എസ്കലോപ്പ് എന്ന് പറയുന്ന ഭാഗം മീറ്റ് എടുത്ത് തിന്നാക്കി സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ സ്നിസിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് മേടിക്കാൻ കിട്ടും നമുക്ക്. ഈ സാധനം തന്നെയാണ് ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് വെരി കോമൺ ഡിഷാണ് ആക്ച്വലി. ഈ ടേക്ക് അവേ അതല്ല നമ്മൾ ഒരു ജങ്ക് ഫുഡ് എന്നൊക്കെ പറയില്ലേ, ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രിങ്ങോനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ ഈ സമയത്ത്. പ്രിങ്ങ കത്തി കേഫു. ഇതെന്ത് ചീസ് മുകളിൽ ഇട്ടിട്ടുണ്ടോ? It's gratinated. Look at the chicken. It's perfectly cooked. See? And look at this. Look, കൈ വരണം വന്നു കഴിഞ്ഞു വീടിൻ്റെ മുകളിലേക്ക്. കുറ്റ് കുക്കായിട്ട് താഴെയോ. നാളെ ചൂട്ടുണ്ട് കേട്ടോ. പിടിക്കാൻ പറ്റില്ല, ശ്രദ്ധ പോയി. ഏയ് സോസല്ലേ അതിലുള്ളത്, അത് കൂട്ടി കഴിക്കറാ. ബിഗ് ഇട്ടട ബിഗ്. എങ്ങനെയുണ്ട്? നൈസാണോ എസ്മേ? ആ കട എസ്മേ പറഞ്ഞു കേട്ടോ നൈസാന്ന്. നൈസാണോ? നൈസാണോ? ഇറക്കി കൊടുത്തില്ലേന്ന്. ഗുഡ് ഗേൾ എസ്മേ, ഗുഡ് ഗേൾ എസ്മേ, ഗുഡ് ഗേൾ ഏറ, ഗുഡ് ഗേൾ ഏറ. ബ്യൂട്ടിഫുള്ളിയോ. തര. അയ്യോ നിങ്ങൾ തന്നാൽ നീ ഇങ്ങനെ ചുമയ്ക്കും. ഞങ്ങൾ വേണ്ടി സ്കൂളിൽ ബിസ്ക്കറ്റ് തിന്നണത്. അമ്മ യു ഈറ്റ് എൻ്റെ മീനു ഇതാ. നല്ലതാണല്ലോ. അത് ശരി. അപ്പം ഞാൻ എത്രയും കാലം പൊട്ടി ഉണ്ടാക്കിയിരുന്നേ. മന ആദ്യമായിട്ടല്ലേ ഇതുണ്ടാക്കണേ. ഇതെന്ത് നിങ്ങളാരും കഴിക്കാത്ത സോസ്? അത് ഞാൻ ഇവർക്കായ കാരണം കൊടുക്കാൻ, ഞാൻ കുഴച്ചിട്ട് കൊടുക്കാം അവർക്ക്. യു ലൈക്ക് ഇറ്റ്? നൈസേ. നീ അവിടെ പോയത് ഞാൻ കൊണ്ടുവന്നേരാം പിള്ളേർക്കുള്ള ഫുഡ്. അവർക്കുള്ളത് നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് സവർ ക്രീമിൻ്റെ കൂട്ടത്തിൽ. ആ കരയേണ്ട, ദേ വി ഗോ. നം 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 നം. അയ്യോ വേഗം കൊടുക്കറ കുട്ടിക്ക്. തരാം. കുഞ്ചിരക്കുണ്ടാട്ടിയാണോ ഇത്? കുഞ്ചിരക്കുണ്ടാട്ടി മോനാണോ കൊടുക്കണേ?
അല്ലല്ല ഞാൻ അവിടെ അപ്പോഴേക്ക് ഒന്ന് പ്രെപ്പ് ചെയ്ത് വയ്ക്കാം അപ്പം നമുക്ക് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കല്ലേ വേണ്ടു എന്നാ കുഞ്ചിരക്കുണ്ടാണ്ടിയാണോ ഇത്? ഇന്നൊരാൾ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേട്ടൻ പറയണ ജോക്കൊക്കെ എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ സഹിച്ച് നിൽക്കണ്, വേറെ ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാനൊരു തൃശ്ശൂർക്കാരനാ ജോക്ക് അടിക്കുമ്പോൾ ഭാര്യ എപ്പോഴും ചൂടാവും അത്രേ. നല്ല ഭാര്യനെ കിട്ടണം. അല്ല അവര് ചൂടാവുള്ളൂ, നീ എന്നിട്ട് ഇടിക്കുകയാണെന്നുള്ളത് അവർക്ക് അറിയണില്ലല്ലോ. എവിടെ ഇടിച്ചു? അതിപ്പോ പറയാൻ പറ്റില്ല, നീ മുട്ടുമുടക്കിട്ട് ഇരിക്കണേ, അത് ഞാൻ പറയണില്ല. അത് വീഡിയോ അയാൾ കാണുന്നുണ്ട്, അയാൾക്ക് മനസ്സിലായി ഇപ്പൊ അത്. എന്തൊരു ശാന്തതയാ നോക്കട്ടെ, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മിണ്ടാണ്ട രണ്ടുപേരും ഇവിടെ കേട്ടു. രണ്ടുപേർക്ക് അമ്മ ഇതിൻ്റെ മുകളിൽ ഓരോ കുണ്ടാമണ്ടി ഞെക്കി കൊടുത്തിട്ടുണ്ട്. ഓ ഷർട്ടൂരാൻ ഇവിടെ കിടന്ന് തിരിയുന്നുണ്ട്. അപ്പം അതിൻ്റെ കയ്യിലുള്ളത് മേടിച്ച് തിരിച്ചല്ല സമാധാനമുള്ളൂ. ഇപ്പം എന്താ ആരെയും ഓർമ്മ വന്നിട്ട് പോവാട്ടാ. അത് പോയി ഇപ്പം പോകൂട്ടാ, ഇവളും പോവും. രണ്ടുപേരും ഇണപിരിയാത്ത ഇടിക്കാരാ. പക്ഷേ ഒരാൾ പോയാൽ വാല് പോവും, നോക്കിയോ. പോയി പെട്ടുടക്കനെ പോകണം. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയില്ല വെച്ചെങ്കിൽ കണ്ട ഒരു സെക്കൻഡ്. അവർക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു ടോയാണ് കേട്ടോ ഇത്. ഇതാകുമ്പോൾ കുറേ നമ്മുടെ അടുത്ത് കിച്ചണിൽ നിൽക്കും ചെയ്യാം, പാത്രം ഇട്ട് വലിക്കില്ല. ഇത് ഇതിൻ്റെ മുകളിൽ ഒട്ടുന്നുമുണ്ട് വലിക്കുന്നുമുണ്ട്. തിരിച്ച് നിൽക്കുമ്പോൾ പല്ലി മറ്റേ ചുമരിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലത്തെ പരിപാടി. അത് കണ്ട നമ്മൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഇരുന്നു. ഇപ്പോൾ അരമണിക്കൂർ നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സോ വെരി യൂസ്ഫുൾ. ഇതാണ് അമ്മേനെ കൊണ്ടുള്ള ഗുണം. നോക്കിയേ കണ്ടാ. ഗോ ഗോ ഓ ആ ഗുഡ് വൺ. ആ മൂക്ക് ദേ ഇപ്പോൾ ചുമരിൻ്റെ മുകളിൽ ഒന്ന് ഇടിച്ചാണ് ഈ മൂക്ക്. നോക്ക് നല്ല ഇടിച്ച് എന്ത് കരച്ചില്ല കരഞ്ഞാ കുറ്റപ്പാ നീ. തെച്ചോണായിട്ട് എന്ത് പറ്റി? മൂക്ക് ഇടിച്ചാ കുട്ടിരെ? അവിടെ റിച്ചപ്പൂൻ്റെ മൂക്ക് ഇടിച്ചാ? ഇച്ചിരി ചോറ് മതി. ഒരു മീനേ വേണ്ടു. വേറെ നിറഞ്ഞു. ഈ പോഷൻ കഴിക്ക്. ഞാൻ ആ ചിക്കൻ കഴിച്ചില്ലേ? ചിക്കൻ കഴിച്ചിരുന്നാ? കുറച്ച് ഇത് ഇപ്പൊ കഴിച്ചു, പിന്നെ നേരത്തെ ഇച്ചിരി കഴിച്ചു. അപ്പൊ ഫുള്ള് എരിവുണ്ട് കേട്ടോ കറി. പക്ഷേ ശരി എരിവുണ്ട്. മുളക് പൊടി നല്ല എരിവുണ്ട്. ഭയങ്കര എരിവാണോ? മോന് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ ആര് കഴിക്കുന്നത്? നീ കഴിക്കണം. നല്ല എരിവാ. നല്ല എരിവാണോ? ടു ഹോട്ടേ. തൈര് ഇടണം. ആണോ? അപ്പൊ ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? പുളി ഇച്ചിരി കൂടെ വേണം, ഉപ്പ് ഇച്ചിരി കൂടെ വേണം. പുളിയും ഉപ്പും വേണം. ആണോ? അപ്പൊ മൊത്തത്തിൽ മുമ്പി എരിവും കൂടി ടേസ്റ്റ് ഉണ്ട്. അത് ഇട്ടാ ബാലൻസ് ആവും. ഓക്കെ, താങ്ക് യു ഫോർ ഒരു പണിയാ. നാളെ ഇവിടെ കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. ആ കപ്പ ഞാൻ വേവിക്കാം. അപ്പൊ കപ്പേരെ കൂട്ടത്തിൽ മുക്കി കഴിക്കുമ്പോൾ സെറ്റ് ആവും. എന്താ നിന്റെ നാവെല്ലാം ചുമന്നു. അത് സാരില്ല, രോഹിത്തിനെയും മാമനെയും വിളിക്കാം. മീൻകറി കഴിച്ചിട്ട് എന്റെ മുഖം എന്നെ കണ്ട ഞാൻ തന്നെ അവിടെ ട്രെഡ്മില്ലിൽ ഓടുമായിരുന്നു. ഓടാൻ നേരത്തെ എനിക്ക് തന്നെ ഈ പ്രേത സിനിമയിലൊക്കെ ഉടുപ്പിട്ടുണ്ട് ഓടണൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ എനിക്ക് തന്നെ തോന്നി. പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ കാണുമ്പോ നിനക്ക് ഓടുമ്പോൾ എനിക്ക് പ്രേതമായിട്ട് തോന്നുന്ന കാലം എത്രയെന്നറിയോ? ഒറ്റപ്പല്ലുള്ള യശിക്കുട്ടി വേറെ തന്നെ അവിടെ ഉണ്ട്. നോക്ക്, ഇത്ര നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഉറക്കം വന്ന് തോന്നിയിരിക്കുന്നു. ഈ വർക്കൗട്ട് ചെയ്തപ്പോ ഡെഡ് ലിഫ്റ്റ് ചെയ്തപ്പോ തന്നെ സെറ്റായി. പിന്നെ ഡെഡ് ലിഫ്റ്റ് ഈസ് ഓൾവേസ് ഗുഡ്. എരിവ് എനിക്ക് കഴിയാൻ പറ്റാത്ത കാരണം ഇന്നലെ ഉണ്ടാക്കിയ പോലെ ഞാനൊരു ബ്രൂഷത്തി ഉണ്ടാക്കിയിട്ടാ. ഒന്നല്ല, ആക്ച്വലി 2 ബ്രൂഷത്തി ഉണ്ടാക്കി. അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ ഡിന്നർ. നേരത്തെ നമ്മുടെ നെപ്പോളിറ്റാൻ അല്ല മിലാനേസിന്റെ സോസ് കൂടി ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു ബീഫ്, ദാറ്റ്സ് മൈ നമ്പർ 1. സവർഡോ ബ്രെഡ് ഉണ്ടല്ലോ, ഇതേ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഭയങ്കര ലൈഫുണ്ട്. മറ്റേ ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബ്രെഡ് പോലെയല്ല. കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമൊന്നുമില്ലപ്പാ. നമുക്ക് തന്നെ എന്തൊരു പാടാ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, യുനോ. അപ്പോൾ ഇന്ന് ഗോൾഡ് സെൽഫി പുള്ളിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. സോ വൈൻഡ് അപ്പ്, another beautiful day, plenty cooking,
You know, eyes. It's always good to experience. Hey, no. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. അതാ അപ്പോഴേക്ക് ഫോക്കസ് ഗ്ലാസിന്റെ മുകളിലേക്ക് പോയി. അതാ ഓക്കെ ഗൈസ് ബൈ. താത്താ 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 ടിങ്കിടിക്ക ടിക്ക ഡും ഡും ഡും